അച്ഛൻ്റെ പിറന്നാളാണ്. അപ്പോൾ പിറന്നാളിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ദാ ഈ മുതൽ കുളമാക്കി കയ്യിൽ തന്നു. അവൾക്ക് അപ്പൂപ്പനെടുത്ത് വെച്ച ഡ്രസ്സും സാധനങ്ങളും കണ്ടപ്പോഴേ അപ്പൂപ്പൻ വന്നത് ഓടിക്കൊണ്ട് കൊടുക്കാനുള്ള ടെൻഡൻസി ആയിരുന്നു. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞെന്ന് പറഞ്ഞ് അവളും പാടി അച്ഛനുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തു. ആൻഡ് അച്ഛൻ താങ്ക് യു പറയാണ് കൈ കൊടുത്ത് കേട്ടോ. അപ്പോൾ ഡ്രസ്സാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇളയ ചേച്ചി വന്നിട്ട് അപ്പോൾ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ കോൾ വഴി അവളുമായിട്ട് സംസാരിച്ചിട്ട് നേരെ കേക്ക് കട്ടിങ്ങിൽ പോയി. കേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് കൊള്ളമായി കിട്ടി കേട്ടോ. നല്ല പണിയാണ് കിട്ടിയത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞങ്ങളത് എൻജോയ് ചെയ്യുമായിരുന്നു. ആൻഡ് ഞങ്ങളെല്ലാവരും കേക്ക് മുറിക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അച്ഛൻ ഗെറ്റിംഗ് റെഡി ടു കേക്ക് കട്ടിങ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്, ഷർട്ടും മുണ്ടും. ആൻഡ് അച്ഛനും അമ്മയും അവളും കൂടെ ചേർന്ന് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത കേട്ടോ. ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാരൻസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്ക് ഒരു സ്മൈൽ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കും നമ്മുടെ ലൈഫിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുമ്പോഴാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത് ഈ ഒരു ബർത്ത്ഡേ മാത്രമല്ല, ഞങ്ങളെല്ലാ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ വീട് കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഞങ്ങൾ കുഞ്ഞു കുഞ്ഞു കേക്കുകൾ വാങ്ങിച്ചവരെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ് എല്ലാവർക്കും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഞങ്ങളത് ആഘോഷിച്ചാട്ടോ. അത് കഴിഞ്ഞ് ഫുഡുണ്ടായിരുന്നു. ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ സെലിബ്രേഷൻ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാരൻസിന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസുകൾ കൊടുക്കുമെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.